നമസ്കാരം, ഞാൻ അരുൺ. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിൽ ഇന്ന് വളരെയധികം പ്രാധാന്യത്തോടുകൂടി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് തന്ത്രം അഥവാ തന്ത്രശാസ്ത്രം. നമുക്ക് കേൾക്കുമ്പോൾ പലർക്കും ദുരൂഹമായതും പേടി തോന്നുന്നതൊക്കെ ആയിട്ടുള്ളൊരു വിഷയമാണിത്. ഈ ജീവിതത്തിൻ്റെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ തന്ത്രം പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് സാധിക്കുമോ? എന്താണ് ഇതിനുള്ളിലെ രഹസ്യം? ഈ തന്ത്രം പ്രാക്ടീസ് ചെയ്യുന്നതിന് നമ്മൾ സന്യാസിയാവണമോ അഥവാ ബ്രഹ്മചര്യം പാലിക്കണമോ? അങ്ങനെ ഒരുപാട് സംശയങ്ങൾ തന്ത്രത്തെപ്പറ്റി പലർക്കുമുണ്ട്. വീട്ടിൽ പൂജ ചെയ്യുന്നതിൻ്റെ രഹസ്യങ്ങളെപ്പറ്റി അല്ല അതിൻ്റെ പ്രശ്നങ്ങളെപ്പറ്റിയൊക്കെ പലർക്കും സംശയങ്ങളും പേടിയുമുണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ കുറച്ച് വിശദമായി സംസാരിക്കുവാൻ ഇന്ന് നമ്മുടെ കൂടെ എത്തിയിരിക്കുന്നത് ശ്രീ രാജേഷ് ജിയാണ്. നമസ്തേ രാജേഷ് ജി. സാധാരണയായിട്ട് ഇന്ന് സാധാരണക്കാർക്ക് തന്ത്രം എന്ന വാക്ക് കേൾക്കുമ്പോൾ എന്തോ പേടിപ്പെടുത്തുന്നൊരു അവസ്ഥയാണുള്ളത്. മന്ത്രവാദം, കൂടോത്രം എന്നിവയുമായി ബന്ധപ്പെടുത്തിയാണ് സാധാരണ ഈ തന്ത്രത്തെ ആൾക്കാർ നോക്കിക്കാണാറുള്ളത്. ഇത് എത്രത്തോളം ശരിയാണ്? അഥവാ എന്താണ് തന്ത്രം? ഇത് വേദങ്ങളുമായും വൈദിക രീതിയുമായും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? വേദം എന്നതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ് തന്ത്രം. ലളിതമായിട്ട് പറഞ്ഞാൽ വേദത്തിൽ എന്താണോ പറയുന്നത് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതാണ് തന്ത്രം. ഈ മനുഷ്യരുടെ മുക്തിക്ക് വേണ്ടിയിട്ട് ഉള്ള 32 വിദ്യകൾ ശിവൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു. പാർവതി അത് മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ ഫെമിനൈൻ വേർഷനായിട്ടുള്ള 32 എണ്ണം തിരിച്ച് ശിവന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ആഗമങ്ങളും നിഗമങ്ങളുമായിട്ട് 64 തന്ത്രവിദ്യകൾ ഭാരതത്തിൽ പ്രചരിക്കുന്നു. എല്ലാത്തിൻ്റെയും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം മനുഷ്യരുടെ മുക്തി മാത്രമാണ്. പുരുഷാർത്ഥങ്ങൾ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഈ പുരുഷാർത്ഥങ്ങളെ സാധിപ്പിക്കലാണ് തന്ത്രത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ഇടയിൽ വെച്ചിട്ട് തന്ത്രത്തിന് പലതരത്തിലുള്ള അപജയങ്ങളും സംഭവിച്ചു ഒരു കാലഘട്ടത്തിൽ. അത്തരത്തിൽ തന്ത്രത്തിൽ കടന്നുകൂടിയ അപരിഷ്കൃതമായ ചില പദ്ധതികളാണ് ഈ കൂടോത്രം പോലെയുള്ള പദ്ധതികൾ. എങ്കിലും ഒരു കാലത്ത് ഏതൊക്കെയോ ജനസമൂഹത്തെ പിടിച്ചു നിർത്തുകയും അവരെ നിലനിർത്തുകയും അവരുടെ കൃഷിയും ആരാധനയും മറ്റ് പദ്ധതികളുമായി അവരെ നിലനിർത്തിക്കൊണ്ട് പോയതും ഇതേ പദ്ധതികൾ തന്നെയാണ്. അപ്പോൾ അവരെ തള്ളിപ്പറയാനൊന്നും നമുക്ക് സാധിക്കില്ല. വേദങ്ങളെ സംരക്ഷിക്കാൻ അഥർവവേദത്തിൽ ഇതുള്ളതുപോലെ തന്നെ അല്ലേ? അഥർവവേദത്തിൽ അതൊരു ഇൻഫർമേഷൻ എന്നുള്ള നിലയ്ക്ക് കൊടുത്തിരിക്കുന്നതാണ്, പ്രയോഗിക്കാൻ വേണ്ടിയിട്ടല്ല. അതുകൂടി പഠിച്ചാൽ മാത്രമേ ശരിക്കും ഒരാളെ ചതുർവേദിയായിട്ട് കണക്കാക്കുകയുള്ളൂ. അപ്പം നമ്മൾ യാഗങ്ങളെ പറ്റി പറയുമ്പം യാഗത്തിൻ്റെ ബ്രഹ്മനായിട്ടിരിക്കേണ്ടത് ചതുർവേദിയായിട്ടുള്ള ആളായിരിക്കണം. 4 വേദങ്ങളും നല്ലപോലെ ധാരണയുള്ള ആളായിരിക്കണം ബ്രഹ്മനായിട്ടിരിക്കേണ്ടത്. കാരണം വരുന്ന അപജയങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രഹ്മൻ്റെ സ്ഥാനം. അപ്പം എന്തായാലും പഠിക്കണം. പക്ഷെ പഠിക്കുന്നതെല്ലാം തന്നെയും പ്രയോഗിക്കണം എന്ന് നിർബന്ധമില്ല. വേദാന്തം, നമ്മൾ ഭാരതത്തിൻ്റെ വേദാന്തമെല്ലാം ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒരു മായയായി കാണുന്നു. ബ്രഹ്മത്തിൽ നിന്നും നമ്മളെ അകറ്റി നിർത്തുന്ന ഒരു മായയാണ് ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളെന്ന് പറയുന്നു. എന്നാൽ തന്ത്രം കുറച്ചുകൂടി അതിനെ മോക്ഷത്തിലേക്കും ബ്രഹ്മത്തിലേക്കുമുള്ള പാതയായിട്ട് സ്വീകരിക്കുന്നു. ഇത് എത്രത്തോളം, ഇതിനെ എങ്ങനെ നമുക്ക് ആ വ്യത്യാസത്തെ എങ്ങനെ സാധൂകരിക്കാൻ കഴിയും? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ വസ്തുക്കളെയൊക്കെ തന്നെ വേദാന്തത്തെ നമ്മൾ നിർവചിക്കുമ്പോൾ നമ്മൾ ഇതിനെ ഊർജത്തിൻ്റെ തലത്തിലാണ് കണക്കാക്കേണ്ടത്. പ്രപഞ്ചത്തെ മുഴുവൻ നമ്മൾ ഊർജ്ജമായിട്ട് മനസ്സിലാക്കുമ്പോൾ ഏറ്റവും സത്വമായത് അല്ലെങ്കിൽ ഏറ്റവും കോൺഷ്യസ് ആയ സാധനം എന്തോ അതാണ് ശുദ്ധമായ ബോധം. ആ ശുദ്ധമായ ബോധം ശിവൻ തന്നെയാകുന്നു. ശുദ്ധമായ ബോധത്തിലാണ് ആദ്യമായിട്ട് ആദിമമായ സൃഷ്ടി ഉണ്ടായത് ശുദ്ധമായ ബോധത്തിൽ നിന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഊർജ്ജമാണ് മാനിഫെസ്റ്റ് ചെയ്തിട്ട് മാറ്ററായിട്ട് മാറിയത്. തിരിച്ചത് ഊർജ്ജമായിട്ട് പരിണമിച്ചു പോകുന്നതും ഇതേ ശക്തി, ഇതിനുള്ളിലുള്ള ത്വര കൊണ്ടാണ്. അപ്പം ശക്തി എന്ന് പറയുന്ന ഭഗവതി അല്ലെങ്കിൽ മായ എന്ന് പറയുന്ന ഭഗവതി ഇതിനുള്ളിൽ തന്നെ അന്തർലീനമായതാണ്. അതുകൊണ്ട് മായയിൽ നിന്ന് വേർപെട്ടുകൊണ്ടൊരു പ്രപഞ്ചമില്ല. മായാമുക്തി വരുത്തേണ്ടതും മായയെ ആശ്രയിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇതിനെ അകറ്റി നിർത്തേണ്ട ഒന്നുമല്ല, എല്ലാത്തിനെയും നമ്മൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. മായയെ ആശ്രയിച്ചുകൊണ്ട് തന്നെയാണ് മായയിൽ നിന്ന് മുക്തി നേടേണ്ടത്. മായയെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് മായയിൽ നിന്ന് മുക്തി നേടാനും മായ എന്താണെന്ന് മനസ്സിലാക്കാനും കഴിയൂ. താങ്കൾ ഉത്തരം പറഞ്ഞു എന്ന് തോന്നുന്നു. ഇതിലേക്ക് ശിവശക്തി എന്ന് പറയുന്ന ശിവനും ശക്തിയും എന്ന തത്വത്തെ എങ്ങനെയാണ് തന്ത്രം നോക്കിക്കാണുന്നത് എന്നായിരുന്നു ആ ചോദ്യത്തിൻ്റെ ഒരു അനുബന്ധമായിട്ടുണ്ടായിരുന്നത്. ഏറെക്കുറെ ഇപ്പോൾ പറഞ്ഞു. ശിവനും ശക്തിയും തമ്മിൽ ഭേദമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് തമ്മിൽ ഭേദം ഉണ്ടെന്നും ഇല്ലെന്നും പറയണം. കാരണം ചൂട് തീയോട് എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ തമ്മിൽ വ്യത്യാസമില്ല. ഒന്നില്ലാതെ മറ്റതിന് എക്സിസ്റ്റൻസ് ഇല്ല. പക്ഷെ തമ്മിൽ ഒന്നാണോ എന്നുള്ള ചോദ്യത്തിന് ഒറ്റ നോട്ടത്തിൽ ഒന്നല്ലെന്ന് പറയാം. പക്ഷെ ഒന്ന് തന്നെയാണ്.
ഏറ്റവും എളുപ്പത്തിൽ പറയാൻ എളുപ്പം ശിവനും ശക്തിയും ഒന്ന് തന്നെ എന്നുള്ള ഒറ്റ വാചകത്തിലാണെങ്കിൽ ഇത് അവസാനിപ്പിക്കാൻ അർദ്ധനാരീശ്വര സങ്കല്പത്തിലേക്കൊക്കെ എത്തിച്ചതല്ലേ? അർദ്ധനാരീശ്വര സങ്കല്പം വേറൊന്നാണ്. അർദ്ധനാരീശ്വര സങ്കല്പം നമ്മളുടെ തന്നെ 2 മെറിഡിയൻസിനെയാണ് കാണിക്കുന്നത്. ഇട പിങ്കള നാഡികളെയാണ് കാണിക്കുന്നത്. തന്ത്രം എന്ന് പറയുന്നതിൻ്റെ ഒരു ആത്യന്തിക ലക്ഷ്യം എന്താണ്? അത് ഭൗതികമായ ഒരു നേട്ടമാണോ അതോ മോക്ഷമാണോ? അതായത് ഭോഗം മോക്ഷം എന്ന 2 തലങ്ങളുണ്ടല്ലോ. അപ്പോൾ വേദാന്തം കൂടുതലും മോക്ഷത്തെ മാത്രമായിട്ട് ചെയ്യുമ്പോൾ തന്ത്രം ഭോഗത്തിലൂടെ മോക്ഷത്തിലേക്ക് എത്തിക്കുകയാണോ ചെയ്യുന്നത്? കാരണം നമ്മളിപ്പോൾ പല ആൾക്കാർക്കും സംശയമുള്ളൊരു കാര്യം, നേട്ടങ്ങൾക്ക് വേണ്ടി തന്ത്രത്തെ ഒരുപാട് ദുരുപയോഗപ്പെടുത്തുന്നുണ്ടല്ലോ. അപ്പോൾ എന്താണ് തന്ത്രത്തിലെ ഈ 2 സങ്കല്പങ്ങളുടെ അല്ലെങ്കിൽ ഈ 2 കോൺസെപ്റ്റുകളുടെ സ്ഥാനം? ഈ ധർമ്മം എന്ന ആദ്യത്തെ പടിയിലേക്ക് എത്തിക്കലാണ് തന്ത്രത്തിൻ്റെ ആദ്യത്തെ ലക്ഷ്യം. നിങ്ങൾ ധർമ്മത്തിൽ ഉറച്ചു കഴിയുമ്പോൾ ധർമ്മത്തിൽ നിന്നുള്ള അർത്ഥം നിങ്ങൾക്കുണ്ടാവും. അർത്ഥം എന്തിനും ആവശ്യമാണ്, ധനം വേണം. ഈ ധനം ധർമ്മത്തിൽ ഊന്നി ഉണ്ടാകുമ്പോൾ അതിന് പ്രാരബ്ധം കുറയും. ഈ ധർമ്മത്തിൽ നിന്ന് ഊന്നി കിട്ടിയ ധനം കൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കണം. സാധിച്ചു കഴിഞ്ഞ ആഗ്രഹങ്ങൾ നിങ്ങളെ വിട്ടുപോകും, പിന്നെ അത് ബാധിക്കില്ല. അത് കഴിഞ്ഞാൽ കാലക്രമേണ ആഗ്രഹമുക്തി വരുത്തി മുക്തിയിലേക്ക് പോവുക. മോക്ഷം ആരും തരേണ്ട ഒന്നല്ല, മോക്ഷത്തിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. സ്വാഭാവികമായിട്ട് ഒരു പൂവ് വിരിഞ്ഞു വരുന്നത് പോലെ ഉണ്ടാവേണ്ട ഒരു പ്രോസസ്സാണ്. അല്ലാതെ ഓരോ ചക്രങ്ങളും തള്ളി തുറന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ ചില പദ്ധതികളൊക്കെ കണ്ടു, അജ്ഞാചക്രം തുറക്കുന്ന പദ്ധതി, അനാഹചക്രം അടയ്ക്കുന്ന പദ്ധതി, അങ്ങനെ ഒന്നും അടയ്ക്കലും തുറക്കലും ഒന്നും ആവശ്യമില്ല. ഇതെല്ലാം തുറന്നു തന്നെയാണ് എപ്പോഴും ഇരിക്കുന്നത്. ആകെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ പദ്ധതിയിലൂടെ, ഈ പന്ഥാവിലൂടെ പോവുക. ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമുക്ക് ഗുരു വരും. ആ ഗുരു ബാക്കിയുള്ള അടുത്ത ആജ്ഞ മുതലുള്ള ചക്രങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും, ആ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകും, ഒരുപാട് മാർഗത്തിലേക്ക് കൊണ്ടുപോകും. ഈ ഇപ്പോൾ പറഞ്ഞ ഉത്തരത്തിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ കയറി വരുന്നുണ്ട്. ഗുരു ആരാണ്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് പതുക്കെ അതിലേക്ക് പോവാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സംശയം ദൂരീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. താങ്കൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ആഗ്രഹം സാധിച്ചതിന് ശേഷമേ മോക്ഷം എത്താൻ പാടുള്ളൂ. വേദാന്തം ആദ്യം തന്നെ ഇത് മായയാണ്, അതല്ലെങ്കിൽ ബൗദ്ധ സമ്പ്രദായത്തിൽ എടുക്കുകയാണെങ്കിൽ ആശയാണ് എല്ലാ ദുഃഖത്തിൻ്റെയും മൂലകാരണമെന്ന് പറയുന്നത്. പക്ഷേ തന്ത്രം അതിനെ നോക്കിൽ കാണുന്നത് ഇതിനെ എളുപ്പത്തിലൊരു മനുഷ്യന്, ഒരു സാധാരണക്കാരന് എളുപ്പത്തിൽ ഇതിനെ മാറ്റി നിർത്താൻ കഴിയുകയില്ല, ആഗ്രഹങ്ങളെ. കാരണം അവൻ്റെ ചോദനകളെ അവന് മാറ്റി നിർത്താൻ കഴിയുകയില്ല. അപ്പോൾ അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു മടുപ്പ്, ഇത് ഇത്രയേ ഉള്ളൂ എന്നൊരു തിരിച്ചറിവ് വന്ന് മോക്ഷത്തിലേക്ക് എത്തുക എന്നതാണോ തന്ത്രത്തിൻ്റെ ഒരു പാത? അങ്ങനെ തന്നെയാണ്. നമ്മളെന്തിനാ ഇപ്പം ഈ രാമകൃഷ്ണ പരമഹംസരുടെ ഒരു കഥയിൽ പറയുന്നതാണ്, അദ്ദേഹത്തിന് പട്ടുകൊണ്ടുള്ള സാൽവ, പതപ്പ് വേണം. അപ്പോൾ 2 ദിവസമായിട്ട് അദ്ദേഹം ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. അപ്പോൾ അവർ കൊണ്ടു കൊടുക്കുന്നില്ല. അവസാനം അദ്ദേഹം ദേഷ്യപ്പെട്ടു. അപ്പോൾ ആരോ കൊണ്ട് കൊടുത്തു, 2 3 എണ്ണം കൊണ്ട് കൊടുത്തു. ഇദ്ദേഹം അതെടുത്തെല്ലാം പുതച്ചിട്ട് പറഞ്ഞു, ഇത്രയേ ഉള്ളൂ, ആശ കഴിഞ്ഞു. അപ്പോൾ തന്ത്രം ആ രീതിയിലാണ് എല്ലാത്തിനെയും സമീപിക്കുന്നത്. താങ്കൾ നേരത്തെ പറഞ്ഞ ഇട പിങ്കള നാഡികളിലേക്ക്. അപ്പോൾ തന്ത്രം എന്ന് പറയുന്ന സമ്പ്രദായത്തിൽ ശരീരത്തിന് വലിയതായ പ്രാധാന്യമുണ്ട്. എന്നാൽ മറ്റ് സമ്പ്രദായങ്ങളിൽ പലതിലും ശരീരത്തിനെ ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയും കണ്ടിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ഈ ശരീരം നശ്വരമാണ് എന്നൊരു കോൺസെപ്റ്റിലാണ് പോകാറ്. പക്ഷേ തന്ത്രം ശരീരത്തിനുള്ളിലെ ഇപ്പോൾ കുണ്ടലിനി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇടാപിങ്കള ചക്രങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ആധുനിക ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെടുന്നത്? അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളത് ഉള്ളതാണോ? ഇതൊരു സങ്കല്പമാണോ? ചിലപ്പം നമ്മൾ പറയാറുണ്ടല്ലോ, ചില സാധനങ്ങളെ നമ്മൾ സാങ്കല്പികമായിട്ട് വെക്കാറുണ്ട്. എന്താണ് ഇതിനകത്തുള്ള ഒരു എക്സ്പ്ലനേഷൻ? ശരീരമാദ്യം ഖലു ധർമ്മ സാധനം എന്നാണ്. ശരീരം ഇല്ലാതെ ഒരഭ്യാസം പറ്റില്ല. ശരീരം ഉള്ളതുകൊണ്ടാണ് നമുക്ക് തമ്മിൽ സംസാരിക്കാൻ പറ്റുന്നത്. ശരീരം ഇല്ലാതെ എൻ്റെ ശബ്ദം മാത്രമാണ് ഇവിടെ കേൾക്കുന്നതെങ്കിൽ നിങ്ങളോടൊന്ന് ഭയപ്പെട്ടിറങ്ങി ഓടിക്കളയും. അതെ, ഇല്ലേ? അപ്പം ശരീരത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. ശരീരത്തിന് ലിമിറ്റേഷനുണ്ട്. ഭൗതികമായ ശരീരം ഉള്ളതുകൊണ്ടാണ് നമുക്ക് മുറിവിട്ട് പോകാനായിട്ടൊരു വാതിലിൻ്റെ ആവശ്യം. മനസ്സ് മാത്രമേ ഉള്ളൂവെങ്കിൽ അത് മുറിവിട്ട് പോകാനായിട്ടൊരു വാതിലിൻ്റെ ആവശ്യമില്ല. ശരീരം എന്ന് പറയുന്നതിനെ നമ്മൾ ഈ ഫിസിക്കൽ കാണുന്ന ബോഡി എല്ലാവരും എൻ്റെ ഉള്ളിലിരിക്കുന്നു എന്ന് ഇങ്ങനെ കാണിക്കും. അങ്ങനെ ഉള്ളിലേക്കൊന്നുമില്ല. ഇതിനെ ചലിപ്പിക്കാനുള്ള മെഷീനറി മാത്രമേ ഇതിനുള്ളിലുള്ളൂ. ഇത് ഹസാഡസാണ്. എപ്പോൾ വേണമെങ്കിലും ഇതിന് അപകടങ്ങൾ സംഭവിക്കാം, തേയ്മാനം സംഭവിക്കാം, കേടുപാടുകൾ സംഭവിക്കാം, മറ്റെന്തെങ്കിലും സാധനങ്ങൾ വന്ന് ഇടിച്ച് പരിക്ക് പറ്റാം. എല്ലാം പറ്റാവുന്ന ഒരു ഭൗതിക ശരീരമാണ് നമുക്കുള്ളത്. ഇത് കൂടാണ്ട് നമുക്ക് 4 ശരീരങ്ങൾ വെളിയിലുണ്ട്. പ്രാണമയ കോശം, മനോന്മയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം എന്നുള്ള 4 ഭാഗങ്ങളോട് കൂടിയ ഒരു ആസ്ട്രൽ ബോഡി നമുക്കുണ്ട്. അപ്പോൾ അതും ശരീരത്തിൻ്റെ ഭാഗം തന്നെയാണ്. ശ്വാസം കൊണ്ട് നിലനിൽക്കുന്നത്, മനസ്സ് നിലനിൽക്കുന്ന സ്ഥലം, വിജ്ഞാനങ്ങൾ നമ്മുടെ ലൈബ്രറി സ്റ്റോർ ചെയ്ത സ്ഥലം, ആനന്ദമയം ഈശ്വരനുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ പ്രപഞ്ചബോധവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഭാഗം. ഇത്രയും കൂടെ ചേർന്നാണ് ശരീരം എന്ന് പറയുന്നത്. നമ്മൾ ഈ കാണുന്നത് മാത്രമല്ല. പിന്നെ ഈ ഒരു ശരീരത്തിൽ, നമ്മളിപ്പോൾ ഈ കാണുന്ന ഭൗതിക ശരീരത്തിൽ മെറിഡിയൻ സിസ്റ്റം ഉണ്ട്. 14 മഹാനാഡികളെ പറ്റിയിട്ട്
ആയുർവേദവും സിദ്ധവൈദ്യവും എല്ലാം പറയുന്നുണ്ട്. അതിൽ തന്നെ നമുക്കറിയാവുന്ന സുഷുമ്നാ നാഡി എന്ന് പറയുന്നത് അഗ്നിയുമായി ബന്ധപ്പെട്ട നാഡിയാണ്. ഞാനീ പറയുന്നതൊന്നും MBBS ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളല്ല കേട്ടോ. അവരുമായിട്ടൊന്നും അല്ലെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രമായിട്ടൊന്നും ഇതിന് ബന്ധമില്ല. ഞാൻ പറയുന്നത് ആയുർവേദത്തിൻ്റെ വീക്ഷണകോണിലും യോഗശാസ്ത്രത്തിൻ്റെ വീക്ഷണകോണിലും കൂടെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ കണക്ട് ചെയ്തിട്ട് അത് അങ്ങനെയല്ലല്ലോ എന്ന് ചിന്തിക്കേണ്ടതില്ല. ഇത് പറയുന്നത് വേറൊരു ശാസ്ത്രം, അത് വേറൊരു ശാസ്ത്രം എന്നേ വിചാരിക്കേണ്ടു. ഇവിടെ ഒരു ഫീമെയിൽ മെറിഡിയനും ഒരു മെയിൽ മെറിഡിയനും ഉള്ളതായിട്ട്, അതായത് ഒരു ഇടയും ഒരു പിങ്കളയും, 2 നാഡികളാണ്. 2 നാഡികളും സുഷുമ്നയിലെ വലത്തോട്ടും ഇടത്തോട്ടും, വലതുഭാഗത്തേക്ക് ചുറ്റിപ്പോകുന്നത് പിങ്കള നാടിയും ഇടത്തോട്ട് ചുറ്റിപ്പോകുന്നത് ഇടനാടിയുമായിട്ടാണ് കണക്കാക്കുന്നത്. 2 മൂക്കിലും തുല്യമായിട്ടാണ്, 2 മൂക്കിലും ദ്വാരമുണ്ട്. ശ്വാസം എടുക്കുമ്പോൾ എപ്പോഴും എല്ലാ സമയത്തും ഒരു മൂക്കിൽ കൂടുതലും ഒരു മൂക്കിൽ കുറവായിരിക്കും. ചില സമയങ്ങളിൽ 2 മൂക്കിലും തുല്യമായിട്ടും വരും. 2 മൂക്കിലും തുല്യമായിട്ട് വരുന്ന സമയത്തെ ഉഭയമെന്നും, മറ്റത് വലത് മൂക്കിൽ കൂടുതൽ വരുമ്പോൾ വലത് ശരമെന്നും, ഇടത് മൂക്കിൽ വരുമ്പോൾ ഇടത് ശരമെന്നും പറയും. ഇതാണ് സാധാരണ ശരശാസ്ത്രം. എല്ലാവർക്കും ജ്യോത്സ്യന്മാർക്ക് ഉൾപ്പെടെ സകലർക്കും അറിയാവുന്ന ശരശാസ്ത്രത്തിൻ്റെ ബേസിക്കാണത്. ഉഭയമായിട്ട് വരുന്ന ശരം എന്ന് പറയുന്നത് ഈശ്വരനെ കുറിക്കുന്നെന്നും ബ്രഹ്മത്തെ കുറിക്കുന്നെന്നും അഗ്നിയെ കുറിക്കുന്നെന്നും പറയുന്നു. ബാക്കി വലതു മൂക്കിൽ വരുന്ന ശരത്തെ പുരുഷനായിട്ടും സൂര്യനായിട്ടും ഒക്കെ എങ്ങനെ കണക്കാക്കുന്നുണ്ട്. ഇടതു മൂക്കിൽ വരുന്നത് ചന്ദ്രനായിട്ടും സ്ത്രീയായിട്ടും ഒക്കെ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ അതത് ശരത്തിൻ്റെ നില അനുസരിച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റും. ശരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ ശരത്തെ തന്നെ വലത്തോട്ടും ഇടത്തോട്ടും ഉഭയത്തിലേക്ക് മാറ്റുന്നതിലൂടെ അവനവൻ്റെ മനോനിലയെ മാറ്റാനും സാധിക്കും. എന്ന് പറഞ്ഞാൽ ശ്വാസമാണ് മനസ്സിനെ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുന്നത്. ശ്വാസം തന്നെയാണ് ശരീരത്തെയും പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ യോഗശാസ്ത്രത്തിൽ പ്രാണായാമത്തിന് ഇത്രയും പ്രാധാന്യം വരുന്നത്. പ്രാണൻ്റെ മുകളിൽ നിയന്ത്രണം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പ്രാണായാമം ചെയ്യുന്നത്. ഈ 2 തരത്തിൽ, വലത് ശരത്തെയും ഇടത് ശരത്തെയും എങ്ങനെയാണ് തന്ത്രശാസ്ത്രത്തിൽ നോക്കിക്കാണുന്നത്? കേട്ടുള്ള അറിവാണ്, ചില സമയത്ത് നമുക്ക് വലത് മൂക്കിലൂടെ വരുന്ന ശ്വാസം വരുമ്പോൾ ചെയ്യേണ്ട കർമ്മങ്ങളും ഇടത് മൂക്കിലൂടെ അങ്ങനെ ഉഭയമായിട്ടും. ഈ രീതിയിൽ മറ്റൊരു കാര്യം കൂടി കേട്ടിട്ടുള്ളത്, ഗ്രഹണ സമയത്ത് കൂടുതലും ഉഭയ രീതിയിലായിരിക്കും ശ്വാസം പോകുക എന്ന് കേട്ടിട്ടുണ്ട്. ഈ രീതിയിൽ നമ്മളുടെ ശ്വാസത്തിൻ്റെ നിയന്ത്രണം വെച്ചിട്ട് എങ്ങനെയാണ് തന്ത്രത്തിൽ അതിനെ ഉപയോഗപ്പെടുത്തുന്നത്? മോക്ഷവിദ്യയായിട്ടുള്ള തന്ത്രത്തിൻ്റെ എല്ലാ പ്രാക്ടീസുകളും ഉഭയശരത്തിലാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്, ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഭൗതികമായ നേട്ടങ്ങളെല്ലാം തന്നെയും വലത് ശരം കൊണ്ടുണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇടത് ശരം ചില പ്രത്യേക കാര്യങ്ങൾക്കായിട്ടും ദീർഘനേരം ചെയ്യേണ്ടതായിട്ടുള്ള ചില വസ്തുക്കൾക്കും വേണ്ടിയിട്ട് ഇടത് ശരം ഉപയോഗിക്കാറുണ്ട്. വലത് ശരമാണ് പൊതുവെ നിഗ്രഹ അനുഗ്രഹ കലകൾക്കെല്ലാം എല്ലാം തന്നെയും വലത് ശരമാണ്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഇപ്പം മഹാത്മജിയുടെ ചില പോസ്റ്ററുകളിലൊക്കെ അദ്ദേഹം 2 കാലും മടക്കി വലത്തേക്ക് മടക്കി ഇരിക്കുന്ന ഒരു പോസ്റ്ററാണ്. അത് വലത് ശരം എടുക്കുന്നതാണ്. വലത് ശരത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോക്കിയാൽ നമ്മുടെ ദേവതകളുടെ ആണെങ്കിലും ആചാര്യന്മാരുടെ ആണെങ്കിലും ഒക്കെ അവരിയ്ക്കുന്ന സമ്പ്രദായം നോക്കിക്കഴിഞ്ഞാൽ വലത്തേക്ക് കാലും മടക്കി വെച്ചാണോ ഇടത്തേക്ക് കാലും മടക്കി വെച്ചതാണോ 2 കാലും മടക്കി വെച്ചിട്ടാണോ ഇരിക്കുന്നത്, വീരാസനത്തിലാണോ വജ്രാസനത്തിലാണോ, ഇതെല്ലാം തന്നെ ശരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. പത്മാസനത്തിലാണ് ഉഭയശരത്തിലേക്ക് വരും സ്വാഭാവികമായിട്ടും. നമ്മുടെ ശാരീരികമായിട്ടുള്ള ഇരിപ്പിൻ്റെ രീതി പോലും ശരത്തെ സ്വാധീനിക്കും. അപ്പം ശരം നമുക്ക് ഇതൊന്നും ഇല്ലാണ്ട് തന്നെ ഇരുപ്പിൽ തന്നെ ശരം ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. സ്ഥിരം സുഖം ആസനം എന്നാണല്ലോ യോഗശാസ്ത്രം പറയുന്നത്. അപ്പോൾ ഈ തന്ത്രശാസ്ത്രം പരിശീലിക്കുന്ന ആൾക്കാർ, കാരണം ഇത് എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു സാധനമായിരിക്കും. അങ്ങനെയുള്ള ഒരു ആൾക്ക് ശാരീരികമായി ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ്, ഇപ്പോൾ പത്മാസനത്തിൽ ഇരിക്കാൻ സാധിക്കാത്തവർ, മുട്ടുവേദനയുള്ളവരൊക്കെ ഉണ്ടാവും. അവർക്ക് എങ്ങനെയാണ് ഇത് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുക? ഈ തന്ത്രത്തിൻ്റെ പ്രാക്ടീസിങ് ഭാഗങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കൃത്യമായ നിർദ്ദേശം ഇല്ലാതെയുള്ള പ്രാക്ടീസുകൾ വലിയ അപകടത്തിലേക്ക് പോകുന്നതുകൊണ്ടാണ് അത് പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ട്. പക്ഷേ അതിനൊക്കെ വഴികളുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നതിനും കിടന്നുകൊണ്ട് തന്നെ ശരം മാറ്റാനൊക്കെ പറ്റും. ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വരുന്നുണ്ട്. പക്ഷേ അതിനു മുൻപ് നമ്മൾ തന്ത്രത്തിൽ എല്ലാവരും ഇപ്പോൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന 1-2 വാക്കുകളാണ് ദക്ഷിണാചാരം, വാമാചാരം, കൗളാചാരം മുതലായവ. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? 2 പദ്ധതികൾ നിങ്ങൾ ഉള്ളിലേക്ക് ചെയ്യുക, നിങ്ങൾ പുറത്ത് ആരാധിക്കുക. ഉള്ളിലേക്ക് തിരിയാനുള്ള ആ ഒരു കെൽപ്പ് ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥയിൽ, കെൽപ്പില്ല എന്നല്ല ശരിക്കും പറയേണ്ടത്, ഉള്ളിലേക്ക് തിരിയുന്നതിനേക്കാൾ സുഖം പുറത്ത് കാണുന്നതാണ് എന്നെളുപ്പം എന്നുള്ളൊരു അവസ്ഥ. അത് കൗള പദ്ധതി. പൂർണ്ണമായിട്ട് ഉള്ളിലേക്ക് ചെയ്യുന്നത് സമയാചാരം. അതിനെ തന്നെയാണോ ദക്ഷിണാചാരം, വാമാചാരം? കൗളാചാരത്തിൽ പഞ്ചോപചാരങ്ങളെ കൊണ്ട് ജലഗന്ധ പുഷ്പ ധൂപദീപ നിവേദ്യ ജല ഇങ്ങനെയുള്ള സങ്കല്പത്തിൽ
ഇങ്ങനെയുള്ള വസ്തുക്കളെ കൊണ്ട് പൂജ കഴിക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആചരണങ്ങൾ ചെയ്യുന്നതല്ല ദക്ഷിണാചാരം. മകാര പഞ്ചത്തെ കൊണ്ട് അല്ലെങ്കിൽ പഞ്ചമകാരങ്ങളെ കൊണ്ട് കഴിക്കുന്നത് വാമാചാരം. ഇത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് അവരുടെ ഇഷ്ടാനുസരിച്ച് അവർ ഒരു പദ്ധതി എന്നുള്ളൂ. രണ്ടിൻ്റെയും കൂടെ ഓരോ ഭാഗങ്ങൾ, രണ്ട് പദ്ധതികളുടെ ഭാഗങ്ങളെ തമ്മിൽ ചേർത്ത് ഉപയോഗിക്കുന്ന മിശ്രാചാരമുണ്ട് വേറെ. ഇത് മനുഷ്യരുടെ സ്വഭാവം ഒരുപോലെയല്ല, എല്ലാവർക്കും എല്ലാം പക്ഷെ പൂർണ്ണനായ ഒരു കൗളാചാരിയും പൂർണ്ണനായ സമയാചാരിയും ഒരേ പദ്ധതി തന്നെയാണ്, ഒന്ന് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരവർക്ക് എളുപ്പമുള്ള പദ്ധതി ഏതാണോ അത് സ്വീകരിക്കാം. അവരവർക്ക് എന്തിലാണോ അഭിരുചി. നിങ്ങളുടെ എല്ലാം പൂർവ്വജന്മത്തെ ആശ്രയിച്ച്, പൂർവ്വജന്മത്തിലെ ആചരണ പദ്ധതികളെ ആശ്രയിച്ചിട്ടാണ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണോ വന്നിരിക്കുന്നത് അതിൻ്റെ വാസന ഉള്ളിലുണ്ടാവും. പഞ്ചമകാരം ഇപ്പോൾ വളരെയധികം, കാരണം പൊതുവിൽ ഭാരതത്തിൻ്റെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് വൈദിക പാരമ്പര്യമാണല്ലോ. അതിൽ തന്നെ ഈ മാംസം കഴിക്കുക എന്ന് പറയുന്നത് പോലും വളരെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സമൂഹമാണ് ഭാരതം. നോൺ വെജിറ്റേറിയൻ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന ഒരു സമൂഹമാണ് ഭാരതം, അല്ലെങ്കിൽ വൈദിക പാരമ്പര്യം. അപ്പോൾ ഈ പഞ്ചമകാര പൂജകൾ സാധാരണഗതിയിൽ സമൂഹത്തിലൊരു ചോദ്യചിഹ്നമായി മാറാറുണ്ട്, അഥവാ അവർക്ക് ഭയം അല്ലെങ്കിൽ അതിനെതിരെ ഒരു നെറ്റിച്ചുളിയാറുണ്ട്. അതിനെ തന്ത്രം എങ്ങനെയാണ് ഇതിലേക്ക് കൊണ്ടുവരുന്നത്, എങ്ങനെയാണ് അതിനെ ന്യായീകരിക്കുന്നത്? ഭാരതത്തിൻ്റെ വൈദിക പദ്ധതികളൊന്നും തന്നെയും മാംസവിരുദ്ധമല്ല, മാംസത്തോടു കൂടി തന്നെയാണ്. പഴയ ഏത് യാഗത്തിനും വപ എന്ന് പറയുന്നത് ഈ മൃഗബലിയോടുകൂടിയേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം യാഗപദ്ധതിയുടെ കാലം മുതൽ തന്നെ ഇതൊക്കെ ഉണ്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഞാൻ സത്യത്തെ നിഷേധിക്കുന്ന പോലിരിക്കും. തന്ത്രം പ്രചരിച്ചിട്ടുള്ള ആകെ കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ. കാശ്മീർ, കന്യാകുമാരി, കാമാഖ്യ, പിന്നെ ബംഗാൾ, ഇത്ര സ്ഥലങ്ങളിലൊക്കെ ഉള്ളൂ തന്ത്രം. വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം പ്രചരിച്ച വിദ്യയാണിത്. ബാക്കിയെല്ലാം വൈദികാചാരത്തിന് വൈദികമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. നമുക്കിപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോയാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ കർണാടകയിലേക്ക് മാറിയാൽ നമുക്കറിയാമല്ലോ ആചരണം എങ്ങനെയാണെന്നുള്ളത്. ഇതൊക്കെ അന്ന് പണ്ടുണ്ടായിരുന്നു. ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും അതിപ്രസരം കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ പദ്ധതികൾ പലതും നിന്നു പോയത്. കുലാചാര പദ്ധതികളായിട്ടാണ് കൗളം എന്ന് പറയുന്നത് തന്നെ കുലാചാരമാണ്. കുലാചാര പദ്ധതികളെല്ലാം തന്നെയും ഓരോരോ കുലങ്ങൾ ആചരിച്ചിരുന്നത് അവരവരുടെ പദ്ധതി അനുസരിച്ചാണ്, ഒരിക്കലും വേദത്തെ ആശ്രയിച്ചിട്ടല്ല. വേദം അവിടെ അത്യാവശ്യമല്ല. തന്ത്രം എന്ന് പറയുന്നത് വേദത്തിൻ്റെ ആപ്ലിക്കേഷനാണ്, വേദം നിർബന്ധമല്ല. അല്ലെങ്കിൽ വേദ സൂക്തങ്ങളോ വേദത്തിൻ്റെ ഉച്ചാരണമോ നിർബന്ധമല്ല, വേദത്തിൻ്റെ ആപ്ലിക്കേഷനാണ് അവിടെ ഉള്ളത്. വേദത്തിൽ പറഞ്ഞിരിക്കുന്ന അറിവിനെ എടുത്ത് കൂടുതൽ നമ്മൾക്ക് സാധാരണക്കാരന് പ്രാപ്യമായ രീതിയിൽ ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ് തന്ത്രം. അപ്പം കൃഷിയെപ്പറ്റി പറയുന്ന വേദസൂക്തം പറയുന്ന അല്ലെങ്കിൽ കൃഷിയെപ്പറ്റി പറയുന്ന ഭാഗം എന്തോ അതിൻ്റെ തിയറിയെ മാത്രം ആണ് അവിടെ വേദത്തിൽ പറയുന്നത്. അത് ചെയ്യുന്ന കൃഷിക്കാരനാണ് അവിടെ നമുക്ക് തന്ത്രിയായിട്ട് പറയാൻ പറ്റുക. താന്ത്രികൻ എന്ന് പറയുന്ന അവിടുത്തെ കൃഷിക്കാരനാണ്. കാരണം ഈ വെള്ളവും വളവും ബീജവും ഉപയോഗിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഈ ധാന്യത്തെ എത്തിക്കുക എന്ന് പറയുന്ന പ്രോസസ്സ്, അതേ പരിപാടി തന്നെയാണ് വേറൊരർത്ഥത്തിൽ നമ്മളിത് ചെയ്യുന്നത്. ഒരു ഒറ്റ വാക്ക് തന്ത്രത്തെ പറ്റി പറയാൻ പറ്റിയാൽ ഒരു സ്പിരിച്വൽ തെർമോഡൈനാമിക്സ് എന്ന് വേണം പറയാം. ഒരു ആത്മീയമായ ഒരു ഊർജത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ഗതിവിഗതി. ഒന്നിനെ മറ്റൊന്നാക്കുന്നു, അതിനെ ഇതാക്കി മാറ്റുന്നു, അതിനെ അതാക്കി മാറ്റുന്നു. ഇതൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. സാധാരണ നമ്മളുടെ വൈദികമായിട്ടുള്ള ഭക്തിമാർഗ്ഗത്തിൽ അല്ലെങ്കിൽ ഭക്തിമാർഗ്ഗത്തിൽ പൊതുവേ ഈ ശുദ്ധിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. എന്നാൽ പലയിടത്തും അങ്ങനെ ഒരു സംസാരമുണ്ട്, തന്ത്രത്തിൽ ബാഹ്യശുദ്ധിയേക്കാൾ ആഭ്യന്തര ശുദ്ധിക്കാണ് പ്രാധാന്യം. ഇപ്പോൾ നിത്യജപത്തിൽ ചിലപ്പോൾ ഒരു ദിവസം നമുക്ക് കുളിക്കാൻ സാധിച്ചില്ലെങ്കിലും ജപം മുടക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രാധാന്യം. കുളിക്ക് നമുക്ക് ഒരു നിവൃത്തിയില്ലെങ്കിൽ അത് ഒഴിവാക്കാം. എന്നാൽ വൈദിക രീതിയിൽ അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ കുളിക്കാതെ ക്ഷേത്രത്തിൽ കയറുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരാൾക്കും അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഇത് എത്രത്തോളം ശരിയാണ്? ക്ഷേത്രങ്ങൾ 90% ദക്ഷിണാചാര പദ്ധതിയിലാണ് നിലനിൽക്കുന്നത്. 90%. കുറച്ച് വാമാചാരത്തിലുള്ള ക്ഷേത്രങ്ങളുണ്ട്. സമയാചാര പദ്ധതിയിലാണ് പൂജ നടക്കുന്ന സമയത്ത് പൂജകൻ പല സമയങ്ങളിലും ഉള്ളിലേക്ക് വലിയുന്നത്. മാനസപൂജയുടെ സമയത്ത്, ലയാംഗം ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ വ്യാപകാംഗം ചെയ്യുമ്പോൾ, ധ്യാനിക്കുമ്പോൾ ഒക്കെ തന്നെയും അവിടെ സമയാചാരത്തിൻ്റെ പദ്ധതിയും ദക്ഷിണാചാരത്തിൻ്റെ പദ്ധതിയും മാറി മാറി വരുന്നുണ്ട്. എന്താണോ ശുദ്ധി നിശ്ചയിച്ചിട്ടുള്ളത് കർമ്മങ്ങൾക്ക് വേണ്ടി, ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് വന്നതുകൊണ്ടാണ്. തന്ത്രം ശരിക്കും ക്ഷേത്രത്തിൽ നിന്ന് ഭിന്നമാണ്. എന്നുവെച്ചാൽ തന്ത്രം എന്നുള്ള വാക്ക് താന്ത്രിക വിദ്യകളൊന്നും തന്നെ ക്ഷേത്രത്തിൽ കാണുന്ന തന്ത്രമല്ല തന്ത്രം എന്ന് പറയും. ക്ഷേത്രത്തിൽ കാണുന്നത് അതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അതായത് മേരുതന്ത്രം, കുളാർണവ തന്ത്രം, മഹാനിർമ്മാണ തന്ത്രം പോലെയുള്ള വിദ്യകളിൽ നിന്ന് സമന്വയിപ്പിച്ചിട്ടുണ്ടാക്കിയതാണ് കേരള ക്ഷേത്രതന്ത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭാരതത്തിലെ ഏത് തന്ത്രവിദ്യകളിലേക്കാൾ കൂടുതൽ
കേരളീയ തന്ത്രത്തിന് അല്ലെങ്കിൽ തന്ത്ര പദ്ധതിക്ക് മഹാത്മ്യം വരാനുള്ള കാരണം അതാണ്. ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, വൈദിക താന്ത്രികം കൂടിയാണ് കേരളത്തിലെ. അതായത് വേദത്തിനും തന്ത്രത്തിനും തുല്യ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അത് എല്ലായിടത്തും അത് വന്നിട്ടില്ല. ഒന്നെങ്കിൽ അത് തന്ത്രത്തിന് വഴിമാറിപ്പോയി, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും തന്ത്രമായിപ്പോയി, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും വേദമായിപ്പോയി. ഇവിടെ അതല്ല. ഇവിടെ ഈ വേദസൂക്തത്തെ നമുക്ക് ഈ തന്ത്ര പദ്ധതിയിൽ എവിടെ ഉപയോഗിക്കാം എന്നുള്ളത് അന്നേ ആചാര്യന്മാർക്ക് നിശ്ചയമുണ്ട്. പല ഗ്രന്ഥങ്ങളും കൂടെ സമന്വയിപ്പിച്ചിട്ടാണ് അവസാനം ഈ തന്ത്രസമുച്ചയത്തിൽ പോയി നിന്ന. ഒരു പൂർണ്ണ ഗ്രന്ഥമൊന്നും അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഇതാണ് ശരിയെന്നൊന്നും പറയാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ അതിനുള്ള ശേഷിയുള്ള ആളല്ല. പക്ഷേ ഒട്ടനവധി തന്ത്രങ്ങൾ ഏത് ഗ്രന്ഥം എടുത്താലും എല്ലാം തന്നെയും ഈ വൈദിക താന്ത്രികമായിട്ട് തന്നെയാണ് വിദ്യകൾ വിദ്യകൾ. അപ്പോൾ കേരളത്തിലെ തന്ത്രത്തിൽ ഈ രണ്ട് ഭാഗങ്ങളുമുണ്ട്. എന്നാൽ ഒരു സാധാരണ താന്ത്രികൻ, ഒരു ഗൃഹസ്ഥനായ താന്ത്രികന് അത്രയും ശുദ്ധിയെപ്പറ്റി ശുദ്ധിയുടെ വിഷയം പറഞ്ഞത്, ശുദ്ധി നോക്കൂ, ജപത്തിൻ്റെ ശുദ്ധി നിശ്ചയിച്ചിട്ടുണ്ട് ആചാര്യന്മാർ. ജപം ചിത്തശുദ്ധിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ജപം കൊണ്ട് നിങ്ങൾക്ക് ദേവതാ ദർശനമോ അല്ലെങ്കിൽ അനുഭൂതികളെ അല്ല ശരിക്കും ആശ്രയിക്കേണ്ടത്. ജപം കൊണ്ട് ചിത്തശുദ്ധി ഉണ്ടാവണം. ചിത്തശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ളിൽ തെളിഞ്ഞ് കിട്ടും. കാരണം എന്താ വെച്ചാൽ ചിത്തം എന്ന് പറയുന്നത് മനസ്സിൻ്റെയും ബുദ്ധിയുടെയും കൂടെ സമന്വയം കൂടെയാണ്. അപ്പോൾ ഈ അവിടെ ഉണ്ടാകുന്ന ഈ തരംഗങ്ങൾ, ഈ ഉണ്ടാകുന്ന ഒരു പ്രക്ഷുബ്ധാവസ്ഥയുണ്ട്. കാരണം കർമ്മേന്ദ്രിയങ്ങളിൽ നിന്നും ജ്ഞാനേന്ദ്രിയങ്ങളിൽ നിന്നുമുള്ള സിഗ്നലുകൾ അവിടെ എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ആകെ ഒരു അവിയൽ പരുവാണ്. അപ്പോൾ ആ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആനന്ദമയ കോശത്തിൽ നിന്നുള്ള സിഗ്നലും ഉണ്ട്. അത് ഒന്നേ ഉള്ളൂ. അതിൽ നിന്ന് ഇതിനെ തിരിച്ചറിയണമെങ്കിൽ ഈ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇറേസ് ചെയ്യാൻ വെക്കണം. ആ ഇറേസിങ് പ്രോസസ്സാണ് ശരിക്കും ജപം. ജപം കൊണ്ട് ചിത്തശുദ്ധി ഉണ്ടാവുകയാണ്. ആ ചിത്തശുദ്ധിയെ ആശ്രയിച്ചിട്ട് വേണം പിന്നെ മുന്നോട്ട് പോകാനായിട്ട്. അതായത് ജപം ആദ്യത്തെ ഒരു പടിയാണ് ശരിക്കും. ആ ചിത്തശുദ്ധി ഉണ്ടാക്കിയെടുക്കുന്നവരെ ജപം അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. ഗായത്രി ജപമാണെങ്കിലും നിത്യകർമ്മമാണെങ്കിലും അപ്പോൾ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥ എന്തോ അത് കടുകിട തെറ്റിക്കാതെ പാലിക്കണം. പക്ഷേ എന്തെങ്കിലും ഒരു സാഹചര്യം വന്നു, ഇതുപോലെ കുളിക്കാൻ അവിടെയും ജപത്തിനാണ് പ്രാധാന്യം. ജപമാണ് അവസാനം നമ്മൾ ഏറ്റവും പ്രാധാന്യം. അതായത് ഞാൻ പറഞ്ഞല്ലോ, സാധാരണ നിയമം അല്ല ആപത്തിലുള്ള നിയമം. അതെ, ഒരു സാധാരണ നിയമമാണോ നമ്മളൊരു അപകടാവസ്ഥ ഉണ്ടാകുമ്പം നോക്കുന്നത്? അതേ ഇതൊക്കെ തന്നെ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഒരു തുടക്കക്കാരന് നമുക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് അവൻ്റെ ജപത്തിനും ആഭ്യന്തര ശുദ്ധിക്കുമാണ്. ബാഹ്യശുദ്ധി കഴിയുന്നിടത്തോളം പാലിക്കുക. പക്ഷേ അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്താൽ നമ്മുടെ ശ്രദ്ധ പുറത്തേക്ക് തിരിയും എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനം. അഗസ്ത്യരുടെ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ദേഹശുദ്ധി, മനഃശുദ്ധി, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതിനകത്ത് ഈ പഞ്ചശുദ്ധികളാണ് പറ്റി പറഞ്ഞിരിക്കുന്നത്. പഞ്ചശുദ്ധികൾ ആചരിക്കുന്നവർ കാലക്രമേണ ശ്രേഷ്ഠരായി ഭവിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരാചരിച്ചാലും കാലക്രമേണ ശ്രേഷ്ഠരായി ഭവിക്കും. അത് നമുക്ക് നമ്മുടെ ഒരു നിത്യജീവിതത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം എന്നും കുളിച്ച് കുളിയൊക്കെ തൊട്ട് വരുന്ന ഒരാൾ, അയാൾക്ക് കിട്ടുന്ന ഒരു വെൽക്കം ആയിരിക്കില്ല ഇതൊന്നും ഇല്ലാതെ, കുളിയും തന്നെ ഇല്ലാതെ വരുന്ന ഒരാൾക്ക്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി ഉപാസന രീതികളിലേക്ക് വരികയാണെങ്കിൽ മന്ത്രം, യന്ത്രം, തന്ത്രം, ഇത് മൂന്നും ചേർന്നതാണല്ലോ തന്ത്രം എന്നുള്ള ഒരു പദ്ധതി. മന്ത്രത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് താന്ത്രിക വിദ്യയിൽ? അഥവാ അതിൻ്റെ അർത്ഥമറിയാതെ നമ്മൾ മന്ത്രം ചൊല്ലിയാൽ എത്രത്തോളം അതിന് ഫലമുണ്ടാകും? പല മന്ത്രങ്ങൾക്കും അർത്ഥമൊന്നുമില്ല. നമുക്ക് തോന്നുന്നതാണ് അതിന് അർത്ഥമുണ്ടെന്ന്. പല മന്ത്രങ്ങൾക്കും ഏകാക്ഷര മന്ത്രങ്ങൾ പലതുമുണ്ട്. ഗ്ലൗവും, എന്തക്ഷരം, ക്ഷവും, ഷ്മൃയവും ഒരു അർത്ഥവുമില്ല. ബ്ലും, അങ്ങനെയുണ്ട്. ബീജാക്ഷരം ഒരു അർത്ഥവും ഇല്ലാത്ത ശബ്ദങ്ങളാണ്. ഇത് ആദ്യ കാലഘട്ടങ്ങളിൽ ആചാര്യന്മാർക്ക് വെളിവായി കിട്ടിയ ശബ്ദങ്ങളാണ് മന്ത്രങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. അതിന് ഒരു ദേവതയുമായി ബന്ധമോ അല്ലെങ്കിൽ ദേവതയുടെ പ്രത്യക്ഷ സ്വരൂപമോ ആവാനുള്ള ശേഷി ഉള്ള ശബ്ദങ്ങളെയാണ് മന്ത്രമായിട്ട് പിന്നീട് കണക്കാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ മന്ത്രത്തിൻ്റെ ഉച്ചാരണം കൊണ്ട് ആ ദേവതയുടെ അദൃശ്യമായൊരു സാന്നിധ്യം അവിടെ ഉണ്ടാവണം. ഉണ്ടായില്ലെങ്കിൽ അത് മന്ത്രമല്ല. അപ്പോൾ ആ ശബ്ദത്തിന് ആ ശബ്ദങ്ങളുടെ പ്രാധാന്യമാണ് അവിടെ ഉള്ളത്. ചൊല്ലുന്ന ആളുടെ മനസ്സും ഈ ഉച്ചരിക്കപ്പെട്ട് വെളിയിൽ വരുന്ന ശബ്ദവുമായിട്ടുള്ള ബന്ധം മാത്രമേ അവിടെ ആവശ്യമുള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞതിൽ ഇതെല്ലാം ബീജാക്ഷരങ്ങളാണല്ലോ. ബീജം എന്നതിൻ്റെ അർത്ഥം അതിൽ നിന്നാണ് മറ്റെല്ലാം ഉരുവായി വരുന്നത്. അപ്പോൾ ഈ ബീജാക്ഷരത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്? പലയിടത്തും നമ്മൾ മന്ത്രങ്ങൾക്ക് ബീജം ചേർത്തും ബീജം ചേർക്കാതെയും ചൊല്ലാറുണ്ട്. ഈ ബീജം ചേർത്ത് ചൊല്ലുന്നതിന് ദീക്ഷ ആവശ്യമാണോ? ബീജം ചേർക്കാതെ ദീക്ഷ ഇല്ലാതെ ചൊല്ലാമോ? എല്ലാ മന്ത്രങ്ങൾക്കും മന്ത്രദീക്ഷ വേണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. മന്ത്രം എന്ന് പറയുന്ന നമ്മൾ പുതിയതായൊരു പദ്ധതിയിലേക്ക് കടക്കുകയാണ്, അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു മന്ത്രദീക്ഷ എന്താണ് ഇതെന്ന് ധാരണ ഉണ്ടാവാനുള്ളൊരു കാറ്റലോഗെങ്കിലും ഇല്ലാതെ ഇതിലേക്ക് കടക്കുന്നത് എന്ത് മണ്ടത്തരാണ്.
അതാണ് മന്ത്രദീക്ഷ എന്ന് പറയുന്നത്. ദീക്ഷ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഒരു പ്രോസസ്സ് മാത്രമല്ല. ദീക്ഷയിൽ 2 ഭാഗങ്ങളാണ്. ഒരു മന്ത്രത്തെ ഇനിഷ്യേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ മന്ത്രത്തെ പറ്റി ധാരണയുള്ള ഒരു ഗുരു ആ മന്ത്രം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ആ മന്ത്രത്തിൻ്റെ ഉപയോഗ രീതി, പ്രയോഗ രീതി, ജപരീതി ഇതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ആ കൂടെ തന്നെ ഈ മന്ത്രം ഉപയോഗിക്കേണ്ട രീതി, ഇതുകൊണ്ടുണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളും കൂടെ പറഞ്ഞു കൊടുക്കും. മനസ്സിലായി. അത് എക്സ്പീരിയൻസിൽ നിന്നാണ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്. അപ്പം നമ്മളൊരു ഇവിടുന്ന് വിദേശത്തേക്ക് പോകുന്ന ഒരാൾ പോലും ഒരു കൺസൾട്ടൻറ്റിനെ ആശ്രയിക്കുന്നില്ലേ? ഇല്ലേ? അതെ. അതേ പ്രോസസ്സ് തന്നെയാണ് മന്ത്രം ഗുരുവിനെ ആശ്രയിക്കുന്നത്. പിന്നെ ഇതൊരു ജീവിതകാലം മുഴുവനുള്ളൊരു ഒരു പദ്ധതിയാണ്. ഒരു മന്ത്രം പോലും നമുക്ക് ഇടയ്ക്ക് ഉപേക്ഷിച്ച് പോകാനൊന്നും സാധിക്കില്ല. മന്ത്രത്തെ സ്വീകരിച്ചാൽ മന്ത്രത്തെ രക്ഷിച്ച് കൊണ്ടു നടക്കണം. പോഷിപ്പിച്ച് കൊണ്ടുവരണം. എന്നും മന്ത്രം കയ്യിൽ വേണം. അപ്പോൾ അതിൽ ഈ ബീജാക്ഷരങ്ങൾക്ക് എന്താണ് അപ്പോൾ പല ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഓം നമ ശിവായ ചൊല്ലാറുണ്ട്. ചിലരൊക്കെ അതിനെ ഓം ഹ്രീം നമ ശിവായ എന്നുള്ള ഹ്രീം എന്ന ബീജാക്ഷരം കൂടി ചേർക്കാറുണ്ട്. ആ ബീജാക്ഷരം ചേരുമ്പോൾ എന്താണ് മന്ത്രത്തിന് സംഭവിക്കുന്ന വ്യത്യാസം? ശക്തി ബീജം ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. നമശിവായ എന്ന് പറയുന്നത് ആ ബീജാക്ഷരം തന്നെയാണ്. അതായത് സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാന, ലയം, ഈ 5 കൃത്യങ്ങൾ ആണ് മഹാദേവൻ ചെയ്യുന്നത്. മഹാദേവൻ എന്ന് വെച്ചാൽ പ്രപഞ്ചപുരുഷൻ എന്ന് പറയുന്ന സങ്കല്പത്തിലുള്ള പ്രപഞ്ചബോധം ശക്തിയോടുകൂടി ചെയ്യുന്നത് 5 കാര്യങ്ങളാണ്. അത് നിങ്ങൾ ഏറ്റവും മൈക്രോ ലെവലിൽ മുതൽ നിങ്ങൾ ഏറ്റവും മാക്രോ ലെവലിൽ വരെ എടുത്താലും ഈ 5 കാര്യങ്ങൾ മാത്രമേ പ്രപഞ്ചത്തിൽ നടക്കുന്നുള്ളൂ. സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, ലയം. ഒന്നിനെ എടുത്ത് അതാക്കും, മറ്റേതാക്കും, അതിനെ എടുത്ത് ഇതാക്കും, കല്ലിനെ എടുത്ത് പുല്ലാക്കും, പുല്ലിനെ കല്ലാക്കും. ഇതിൻ്റെ ഈ ഊർജ്ജത്തെ ഉപയോഗിച്ചുകൊണ്ട് എനർജിയാണല്ല, എനർജി ഉപയോഗിച്ച് മാറ്റർ ഉണ്ടാക്കും. അപ്പോൾ സൃഷ്ടിയാവും. മാറ്ററിനെ തിരിച്ച് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യും, സംഹാരമാവും. ഈ ഒരു പ്രോസസ്സിനിടയ്ക്കാണ് സ്ഥിതി, സംഹാരം, തിരോധാനം, ലയം ഇത്രയും കാര്യങ്ങൾ വരുന്നത്. ലയ സമയത്ത് ഒന്നുമില്ല, വീണ്ടും പുനഃസൃഷ്ടി ഉണ്ടാവും. നമ്മൾ ഏറ്റവും ചെറിയ ലെവൽ മുതൽ നോക്കിക്കോളൂ. അപ്പം മഹാദേവൻ്റെ ഈ 5 മുഖങ്ങളെ അദ്ദേഹം ചെയ്യുന്നത് 5 കാര്യങ്ങളെ ചെയ്യുന്ന 5 മുഖങ്ങളെ കൊണ്ടാണെന്നാണ്. അത് ഈശാനൻ മുതൽ വാമദേവൻ വരെ, സദ്യോജാതൻ വരെയുള്ള 5 മുഖങ്ങളെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനാണ് ഓരോ അക്ഷരങ്ങളെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഓൾറെഡി തന്നെ അതിനെ നമ്മൾ പറയുന്ന പേര് ദീർഘപ്രണവം എന്നാണ്. പഞ്ചാക്ഷരിക്ക് പ്രണവത്തിൻ്റെ പോലും പിൻബലം വേണ്ട. അതുകൊണ്ട് പഞ്ചാക്ഷരി ഇതിലൊന്നും പെടുന്ന ഒരു സംഗതിയല്ല. പഞ്ചാക്ഷരി ആ അർത്ഥത്തിൽ തന്നെ അത് നമശിവയമാണ് ശരിക്കും തമിഴിലൊക്കെ ഉച്ചാരണം. നമശിവയം, അതെ, നമശിവയം എന്നാണ്. അത് നമ്മൾ പരിഷ്കരിക്കുമ്പോൾ നമശിവായ എന്നായതാണ്. അത് താങ്കൾ തന്നെ എവിടെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഷാ അമർത്തി ഉച്ചരിക്കണം. അതെ, 2 ഷായാണത്. വ്യാകരണ നിയമമാണ്. ഓം എന്ന പ്രണവം ചേരുമ്പോഴും ചേരാത്തപ്പോഴും അത് ഈ മന്ത്രങ്ങൾക്ക് നമുക്ക് ഏതൊക്കെ മന്ത്രങ്ങൾക്കാണ് ഓം ഒരു നിർബന്ധമായിട്ടുള്ളത്? അതുപോലെ തന്നെ തന്ത്രത്തിൽ ചില സമയത്ത് നമ്മൾ മുന്നിലും പിന്നിലും ഓം വെച്ച് ഇതിനെ രക്ഷിക്കുന്ന ഒരു ചടങ്ങുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഒരു അർത്ഥം? എല്ലാ മന്ത്രങ്ങൾക്കും പ്രണവം ചേർക്കാം. ആദ്യന്തം പ്രണവം ചേർത്ത് ജപിക്കുന്ന മന്ത്രങ്ങളുടെ ദോഷഫലത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് ഘാതകങ്ങൾ, വിവർജ്യങ്ങൾ ജപിച്ചാൽ നാശമുണ്ടാം എന്നൊരു പ്രമാണമുണ്ട്. ഘാതകമായിട്ടുള്ള മന്ത്രങ്ങൾ, ഇപ്പം മാരയ, സ്തംഭയ എന്നൊക്കെ വരുന്ന മന്ത്രങ്ങളുണ്ടല്ലോ. ഇപ്പം ദുഷ്ടനിഗ്രഹേ ഹുംഫട്ട് എന്നൊക്കെ പറഞ്ഞ് പോകുന്ന ഉച്ചാരണങ്ങൾ, അത്തരത്തിലുള്ള മന്ത്രങ്ങളെല്ലാം ഘാതക മന്ത്രങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ആദ്യന്തം പ്രണവം ചേർത്ത് ജപിക്കുകയാണെങ്കിൽ മന്ത്രത്തിൻ്റെ ദോഷഫലത്തെ കുറയ്ക്കാം. അല്ല, ദോഷഫലം ജപിക്കുന്ന ആൾക്കാണോ? ജപിക്കുന്ന ആൾക്ക്. സുദർശന മന്ത്രത്തിൽ ഈ ഇതെല്ലാം ഉണ്ടല്ലോ. സുദർശനം ഒരു തരത്തിൽ ഘാതകമാണ്, പക്ഷേ ഒരു വൈഷ്ണവ ഘാതക മന്ത്രമാണ്. അത്ര അപകടം പിടിച്ചതല്ല. ശരി. മന്ത്രങ്ങളുടെ പ്രത്യേകത ആദ്യം മനസ്സിലാക്കണം. സുദർശനം കൊണ്ട് നമ്മൾ ഒരു സൗഭദ്രമായ ഒരു നോട്ടം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും. എന്നിട്ട് ഈതിബാധാ ബന്ധങ്ങളുടെ ശക്തിയെ ക്ഷയിപ്പിക്കുകയാണ്. അതേസമയത്ത് ശൂലിനി അങ്ങനെയല്ല. ശൂലിനി അതേ ബാധാബന്ധങ്ങളെ തന്നെ തിരികെ പോവാണ്, കണ്ണാടി വയ്ക്കുന്ന പോലെ. പ്രത്യങ്കിര അതല്ല. പ്രത്യങ്കിര ഈ മന്ത്രദേവതയെ വിഘടിപ്പിക്കുകയാണ്. ആ ദേവതയെ തന്നെ പഞ്ചഭൂതങ്ങളായിട്ട് വിഘടിപ്പിക്കും. അതേസമയത്ത് അഘോരാണെങ്കിലോ ആ മന്ത്രാക്ഷരത്തെ തന്നെ വിഘടിപ്പിക്കും. ഓരോന്നിനും ഓരോ ഫലമാണ്. അപ്പോൾ അത് നോക്കി വേണം, എന്ത് ആവശ്യമാണെന്ന് നോക്കിയിട്ടൊക്കെ വേണം മന്ത്രത്തെ പ്രയോഗിക്കാൻ. പൊതുവെ മന്ത്രങ്ങൾ കൊണ്ട് വാദിക്കരുത്. മന്ത്രം കൊണ്ട് വാദിച്ചാൽ നാശം തന്നെയാണ് ഫലം. എന്നുവെച്ചാൽ മന്ത്രവാദം എന്ന് പറയുന്ന സംഗതി നാശത്തിലേ കലാശിക്കുള്ളൂ, ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും. ഈ ഓം നമ ശിവായ പോലുള്ള ലഘുമന്ത്രങ്ങൾ ജപിക്കുവാനായി ഗുരുവിൻ്റെ ഉപദേശം ആവശ്യമാണോ? നിർബന്ധമായിട്ടും വേണം. നമശിവായ ലഘുവായ മന്ത്രമല്ല.
നമഃശിവായ ഒരു മന്ത്രരാജനാണെന്നോ മഹാമന്ത്രത്തിൻ്റെ മഹാമന്ത്രമാണെന്നോ അങ്ങനെ എന്ത് നമ്മൾ പറഞ്ഞാലും ഒട്ടും കുറയാത്ത ഒരു മന്ത്രമാണ് പഞ്ചാക്ഷരി എന്ന് പറയുന്നത്. നമുക്ക് വെച്ചാൽ സമൃദ്ധമായിട്ട് കിട്ടുന്നതിന് വിലയില്ലാണ്ടായിപ്പോയില്ലേ. ഇപ്പം ഏറെ പഴകി എന്നാൽ ഏതിനും വില കെട്ടുപോകും, കുളിപ്പൂ പൈപ്പ് വെള്ളത്തിൽ ഗംഗാതീര നിവാസി എന്നാണ്. മനസ്സിലായില്ലേ? ഗംഗയുടെ തീരത്തുള്ള സകല ഹോട്ടലിലെ വേസ്റ്റും പോകുന്നത് ഗംഗ. അവിടെ കുളിക്കുന്നവരെല്ലാം തന്നെ അവിടുന്ന് ഗംഗയുടെ തീരത്ത് താമസിക്കുന്നവൻ പോലും വാട്ടർ ലൈൻ പൈപ്പ് ഉണ്ടെങ്കിൽ അതിൽ നിന്നാണ് കുളിക്കുന്നത് അല്ലേ? കാരണം വെച്ചാൽ നമ്മൾ ഇവിടുന്ന് ഗംഗയെ കുളിക്കാൻ വേണ്ടി വണ്ടിക്കൂലി മുടക്കി അല്ലെങ്കിൽ ഫ്ലൈറ്റ് കയറി അവിടെ ചെന്ന് കുളിച്ചിട്ട് വരും. അതിന് സൈഡിൽ താമസിക്കുന്നവന് വിലയില്ലെന്ന് പറയുന്നത് പോലെയാണ് പഞ്ചാക്ഷരിയുടെ കാര്യം പറഞ്ഞത്. നമ്മൾ ജനിച്ച കാലം മുതൽ ഇത് കേട്ട് ഇതെന്തോ കുറഞ്ഞൊരു മന്ത്രമാണെന്ന് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നതാണ്. മഹാമന്ത്രങ്ങളുടെ മഹാമന്ത്രമാണ് പഞ്ചാക്ഷരി.